ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. ഗാനഭൂഷണം സതീഷ് കൊച്ചിനില്ലേ? ആ ഉണ്ട്, വിളിക്കാം. സതീഷ് ഇല്ല, പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്കുക. ഇന്ന് ഒരുപാട് പ്രാവശ്യമായി. ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ സതീഷ് ഏട്ടനോട് പറഞ്ഞോളാം. അത് അവൻ കക്കൂസിലായി. ഹലോ, സതീഷ് ഏട്ടനാ? അതെ. ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ. പിന്നെ എന്തോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഒന്നല്ല, 1000 കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ശബ്ദോ? അത് പിന്നെ ഇവിടെ വേറൊരു ഫോൺ വന്നതാ. സതീഷ് നിന്റെ വൈഫ് വിളിച്ചിരുന്നു. വൈഫോ? അയ്യോ, ഞാൻ മേലടല്ല. കുട്ടി പറഞ്ഞോളൂ. ഫോണിലൂടെ പറഞ്ഞ ശരിയാവില്ല, നേരിട്ട് പറയാം. വൈകിട്ട് 5 മണിക്ക് സെമിത്തേരിയുടെ മുമ്പില് വരുവോ? സെമിത്തേരി വേറെ എവിടെയെങ്കിലും പോരെ? എന്താ പേടിയാ? പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തൂറിയാ. അത് ഏതോരത്തിലൂടെ വിറ്റടിച്ചതാ. അപ്പോ 5 o'clock അല്ലേ? ഓക്കെ, താങ്ക് യു. ഉമ്മയല്ല, ബാപ്പ. ഉമ്മ. അയ്യേ, എന്തേ ഉമ്മ? പൊരുത്തന്റെ കാര്യം ഓക്കേ. ആരാ അത്? ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചൗളയെ പോലിരിക്കും. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഈ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം. അതിലെ ഗേൾസ് വീഴൂ. നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പുറകെ നടക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, സതീഷ് ഏട്ടാ സതീഷ് ഏട്ടാ എന്ന് വിളിച്ച് ഗേൾസ് മുഴുവൻ എന്റെ പിന്നാലെ നടക്കുന്നത്. അതാണ് പൗരുഷം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പൊ വിളിച്ചാരടാ? ഒന്നും മറക്കാറായിട്ടില്ല. ആരാന്ന് നീ അറിയുകയും വേണ്ട. പാര വെച്ച് തട്ടിയെടുക്കാനല്ലേ? അതിന് നീ പണ്ടേയും എടുക്കണ. സോറി കേട്ടോ, സംസാരിച്ചിരിക്കാൻ ടൈമില്ല. ബൈ ദ ബൈ, ഇവിടെ ഈ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ എവിടെ ഉള്ളത്? സർക്കസിൽ കരടിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായുധം മതിയാവോ? അസൂയക്ക് മരുന്നില്ലടാ. വേണ്ട വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. അതെ, ഗാനഭൂഷണം സതീഷ് ഏട്ടൻ സ്പീക്കിംഗ്. ഗിരീഷ് ഏട്ടനില്ലേ? ഗിരീഷോ? അവനോടില്ല. അവന് എന്റെ ഡ്രസ്സ് മുഴുവൻ അലക്കി കഴിഞ്ഞപ്പോ ഞാൻ അവനെ മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കും. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ ഹിയർ. ഗിരീഷ് ഏട്ടാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എന്നറിയോ? എപ്പോ വിളിച്ചാലും മറ്റേ ആള് ചേട്ടനില്ലാന്ന് പറയും. അതെന്താ അങ്ങനെ ചേട്ടാ? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുട്ടി പറഞ്ഞോളൂ. അത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തേവര പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ? ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി ട്ടോ. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കൊച്ചു കള്ളി. അപ്പൊ നേരിട്ട് കാണാം, പറഞ്ഞ പോലെ. ഓക്കേ ഓക്കേ. അയ്യടാ, അവന്റെ കാര്യവും ഓക്കേ. നട്ടുച്ചയ്ക്ക് പൊരുവെയിലത്ത് വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി? വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ. ആ, ഇനിയുള്ള കൂടിക്കാഴ്ചകൾ അവിടെ വെച്ചാകാം. ചാകാനാ വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് എന്ത് എന്തോ? താന്നെ പാടുവെക്കി പോടൂ. എന്തോ? പേടിപ്പിക്കില്ലേ? പോടാവപ്പേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. എന്തൊരു ശ്മശാന മൂകത. അവളെന്തിനാ ഈ സ്ഥലം തന്നെ പറഞ്ഞത്? ആ, വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ. അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും. ഓ സാറേ, സമയം പണിയെടുത്തിടാ പന്നി. ചേട്ടാ, സമയം എന്തായി? വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ, എന്ത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഞാൻ കേട്ടു. ഓ, മണി 8. ഓ, താങ്ക് യു. പോടാ. വെൽക്കം. 8 മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ട്. കൃത്യനിഷ്ഠ തീരെയില്ലാത്ത കുട്ടി. ആ, സാരമില്ല, വിവാഹശേഷം ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം. അതേ നേരായോ വന്നിട്ട്? എന്തേ? സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ഡാർലിംഗ്, ഐ ലവ് യു. തൊള്ളെ തല്ലിക്കൊന്ന് കായലിലേക്ക് എറിയ ഞാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ആ ഹോസ്റ്റലിലെ പെങ്കൊച്ച് പറയാൻ പറഞ്ഞതാ. ഏത് പെങ്കൊച്ച്? ദാ ഇത് തന്നയച്ച പെങ്കൊച്ച്. താങ്ക് യു. തൊള്ളെ വയസ്സങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത് കേട്ടോ. ഓ ദൈവമേ, ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തിൽ കഴിയുന്നു? ഹലോ. ഒരു പെങ്കൊച്ചിനെ കാണാൻ വന്നതാണല്ലേ? അല്ലല്ല, അതെ. ആ, ഇതാ പെങ്കൊച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ. താങ്ക് യു. തലയിൽ എന്ത് പറ്റി?
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയത്. ഓ, അത് ശരി. ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല. അവന്റെ ഓട്ടം കണ്ട PT ഉഷ പോലും ഇതുപോലെ ഓടൂല. അവൻ പോയി. ഓ, എന്റെ പ്രേമ സമ്മാനമേ. ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തായി പോയിട്ട് കണ്ടോ? കണ്ടു. കാണുക മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നീ പോയിട്ട് എന്തായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായിരുന്ന? രജിസ്റ്റർ മാരെയായിരുന്നു. ഓ, ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക. പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. താങ്ക് യു. പക്ഷെ സോറി കേട്ടോ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ജാഫ്നയിൽ ഹണിമൂണിലായിരിക്കും. എന്നാ ചെല്ല്. ഓ ഓ ഓ പോ. ഓ ഏ. ഐ ലവ് യു. പ്രിയപ്പെട്ട ഗിരീഷേട്ടന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന തരാം. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല, തുമ്മലിലുണ്ട്, ചമ്മലിലില്ല. എന്റെ പേര് രംഭയിലുണ്ട്, മേനകയിലില്ല, ഗീർവാണത്തിലുണ്ട്, നീർവാണത്തിലില്ല, അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിലിത്തിരി മുളകുപൊടി ഇട്ടത് എത്ര നന്നായല്ലേ. രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും. ജലദോഷം കുഷ്ടമൊക്കെ ആയിട്ട് ചെറ്റ. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. ഇത് മറ്റേ അത് പാമ്പാന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. എച്ചി നിന്റെ തന്ത. ശരിയാക്കി തരാടാ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല. അലവലാതിയിലുണ്ടില്ല, രംഗീല. രംഗീലേ, അങ്ങനെ ഒരു പേരുണ്ടാ? അതൊരു സിനിമ പേരല്ലേ? കള്ളപ്പുല്ലുകളെ. അലവലാതിയിലുണ്ട്, രംഭയിലും മേനക അവളെ അച്ഛൻ്റെ അലവലാതി ചേറ്റകള്, അവളെ പെട്ടി പട്ടികള്. ഗീതു. ആര്? ഗീതു അവളാ?